ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അണ്ടിപ്പിട്ട്. ഞാൻ പറഞ്ഞല്ലോ, അണ്ടിപ്പിട്ടാണ് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിന് നമ്മൾ ചോറ് വയ്ക്കുന്ന അരി ഒരു 2.5 ഗ്ലാസ് അരി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ശർക്കര. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് തേങ്ങ, ഒരു മുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാഷ്നട്ട് ആണ് എടുത്തിട്ടുള്ളത്. ഇത് പീടികയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. നമ്മൾ നാട്ടിലൊക്കെ ഇത് ചുട്ടിട്ടൊക്കെ അല്ലേ എടുത്തിട്ട്, പരിപ്പ് എടുത്തിട്ട് ഇടിച്ച് ഉരലിലൊക്കെ ഇടിച്ചിട്ടൊക്കെ അല്ലേ ട്രഡീഷണലായിട്ട് അണ്ടിപ്പിട്ട് ഉണ്ടാക്കുക. പക്ഷേ ഇത് മിക്സിയിലൊക്കെ പൊടിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് വെച്ചിട്ട് നമുക്ക് അണ്ടിപ്പിട്ട് ഉണ്ടാക്കാം. ഇത് നന്നായിട്ട് നമുക്ക് ചട്ടി ഇവിടെ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ ചട്ടിയിലിട്ടിട്ട് അണ്ടിപ്പരിപ്പ് ഒന്ന് നന്നായിട്ട് വറുത്ത് കോരണം. നന്നായിട്ട് ഇതൊന്ന് വറുക്കുക. നമ്മുടെ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്കൊക്കെ ഞെട്ട് കൊടുത്തിട്ടുള്ള മുന്നേ തന്നെ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ചൂടാവട്ടെ. ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ പാകം. ഇതുപോലെ ബ്രൗൺ കളറായിട്ട് നമ്മുടെ എല്ലാ അണ്ടിപ്പരിപ്പുകളും ആവണം. കണ്ടില്ലേ, ഇപ്പം ഈ കളറായി തുടങ്ങുമ്പോൾ തന്നെ നല്ല മണം. നമ്മൾ അണ്ടി ചുട്ടെടുക്കണം, സ്മെല്ല് വരും കേട്ടോ. ഒരു നല്ല അടിപൊളി മണം വരും. ഇതായിരിക്കണേ. ഇനി ഇതുപോലെ തന്നെ നമ്മൾ അരിമണി വറുത്തെടുക്കണം. ഈ ചൂടായ പാത്രത്തിലേക്ക് തന്നെ ഞാൻ അരിയും ഇട്ട് കൊടുക്കുകയാണ്. കുറച്ചീശ ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് വറുത്തെടുക്കണം. ഒരു ബ്രൗൺ കളർ ആവണ വരെ ഇത് വറുത്തെടുക്കണേ. അതിന് ശേഷം നമുക്ക് കാണിച്ചു തരാം. അപ്പം നമ്മുടെ അരിമണിയൊക്കെ റെഡി ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ചുവപ്പ് പോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നല്ല ചൂടാണ്. ഇത് നന്നായി ചൂടാറിയതിന് ശേഷം നമ്മളിത് പൊടിച്ചെടുക്കണം. മിക്സിയിലാണ് നമ്മൾ പൊടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് നല്ല ചൂടാവട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. അരിമണി നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുക്കണം. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുക്കണം. അരിമണിയും അണ്ടിപ്പരിപ്പും ഞാൻ പൊടിച്ചിട്ട് ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊടിക്കാൻ പോണത് എടുത്തു വെച്ച തേങ്ങയും ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. വെള്ളം ചേർക്കാണ്ട് നമ്മൾ പൊടിച്ചെടുക്കണം. തേങ്ങ ഇതുപോലെ പൊടിച്ചെടുക്കണം നമ്മൾ. അത് കഴിഞ്ഞാൽ ശർക്കര ഒന്ന് ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ അരി പൊടിച്ചതും അരിമണി വറുത്ത് പൊടിച്ചതും അതുപോലെ നമ്മൾ കാഷ്നട്ട് പൊടിച്ചതും പിന്നെ തേങ്ങ പൊടിച്ചതും ഇത് ഒരു പാത്രത്തിലിട്ടിട്ട് അതിൽ നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ശർക്കരയില്ലേ അതും കൂടി നന്നായിട്ട് ചേർത്ത് നമ്മൾ ഇതിൽ പിടിപ്പിക്കണം. നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഇത് മിക്സ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് പിട്ടുണ്ടാക്കുക. ഞാൻ ഉരുട്ടി വയ്ക്കാം. ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ട് പ്ലേറ്റിലേക്ക് വയ്ക്കാം. കണ്ടില്ലേ? അപ്പം അതൊക്കെ ഞാൻ ഉണ്ടാക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ അണ്ടിപ്പിട്ട് ഇവിടെ റെഡി ആയി കഴിഞ്ഞ് ഞാൻ എല്ലാം ബോൾ പോലെ ആക്കിയിട്ട് ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്. ഓക്കെ, താങ്ക് യു.